ഹായ് ഡാറ്റ് ലവ്സ്. ഇന്ന് മോർണിംഗ് തന്നെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഉള്ള കാര്യം മറന്നുപോയി. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ക്ലൈൻറ്റ് വിളിച്ചത് എത്താനായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ എണീച്ച് ഒരു പരിപാടിയും ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വണ്ടിയിൽ നിന്ന് തന്നെയാണ് കഴിച്ച് നേരെ പോകണം സ്റ്റുഡിയോയിലേക്ക്. സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, നല്ല ലേറ്റ് ആയിട്ടാണ് വന്ന് കിടന്നത്. ഒരു വലിയ വർക്ക് ഉണ്ടായിരുന്നു ഇന്നലെ. രാവിലെ എണീക്കുന്നു വിചാരിച്ചു. അലാറൊന്നും നോർമലി ഞാൻ വെക്കാറില്ല, കറക്റ്റ് എണീക്കണം. എന്തോ ടയർഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു എണീക്കാൻ പറ്റിയില്ല. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ്. നൈറ്റ് നല്ല ലേറ്റായി ഭയങ്കര ടയേർഡായിട്ട് പോയി കിടന്നുറങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഉള്ളതുകൊണ്ട് നല്ല ടയേർഡാവും. എന്താ വെച്ചാൽ അത്രയും ലേറ്റ് ആയിട്ടാണ് കൂടുതലും പോകല്. മാക്സിമം വർക്ക് എടുക്കുക, രാവിലെ എണീച്ച് വരിക. അതുകൊണ്ട് വേറെ ഒന്നും തിങ്ക് ചെയ്യാനൊന്നുള്ള ടൈം കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഹാർഡ് വർക്ക് എടുക്കുക, നല്ല ടയേർഡ് ആവുക, നൈസായിട്ട് കിടന്നുറങ്ങുക. നല്ല സുഖമാണ്, സ്മൂത്തായിട്ട് പോകും ലൈഫ്. അപ്പോൾ ഞാൻ ഈ കോണ് കഴിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഇത് കിട്ടും. ഞാൻ എൻ്റെ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇത്. അത് വണ്ടീൻ്റെ ബാക്കിൽ കാണുന്ന വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് ടൈമിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിരുന്ന ഈസലാണ്. വീട്ടിൽ നിന്ന് എടുത്താൽ പുറത്തിട്ടപ്പോൾ അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്റ്റുഡിയോയിൽ വെച്ചത്. ഇപ്പോൾ കൂടുതൽ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ആ ഒരു ഗ്യാപ്പാണ്, ആ ഒരു ടൈം മാത്രമേ ഉണ്ടാവില്ലുള്ളൂ. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങും, കൂടുതൽ പുറത്താണ് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വീട്ടിൽ വെച്ചിട്ടും വലിയ കാര്യമില്ല. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഫ്രീ ടൈമിൽ ചെയ്യാം. നമ്മൾ പോണ റോഡൊക്കെ ഭയങ്കര റഷാണ്. ആളുകൾ ചിലവർ റോഡ് എന്താ പറയുക ഫുള്ള് സെൻറ്റർ കൂടി എടുത്തിട്ടാണ് പോണത്. സൈഡ് കാര്യങ്ങളൊന്നും തരാതെ പോണ കുറേ ടീംസ് ഉണ്ട്. അത് എല്ലാ സമയത്തും നമുക്ക് ഇതേപോലത്തെ പണി കിട്ടുന്ന ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ. അപ്പം ഞാൻ ഇന്ന് പോണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ ഒന്നുമല്ല. ഹൈവേ നമ്മൾ കൂടുതൽ പോകല് ബൈക്ക് എടുത്തിട്ടാണ്. നല്ല റൈഡ് ചെയ്യാൻ മൂടുണ്ടപ്പോൾ താറായിട്ടും പോകും, നൈസ് റൈഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബേപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. ബേപ്പൂർ ജങ്കാർ വഴി പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ഷോർട്ടായിട്ട് പെട്ടെന്ന് എത്തും. പക്ഷേ ഭാഗ്യക്കേടെന്ന് പറയാം, അത് കുറേ ആയി ക്ലോസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് തിരിച്ച്, അതിന് മുന്നേ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു ഞാൻ അവിടെ നിന്ന്. ഇത് നമ്മളെ ഹനുമാനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോഡാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഉണ്ട് ആള്. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടോ ഫൈനലി. അപ്പോൾ ക്ലൈൻറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വർക്ക് കഴിഞ്ഞിട്ട് കാണാം. അവിടെ ഇതാ ഇവിടെ ഇതിൽ തന്നെ, ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെ. നിങ്ങളെങ്ങനെ വന്ന് ഇവിടെ നിർത്തിയ ആ ഗ്യാപ്പിൽ ഇടാൻ പറ്റും? ഇവിടെ കുഴപ്പമൊന്നുമില്ല, വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ, സീനിലൊന്നുമില്ല. ഇല്ല, അപ്പുറത്തെ ഇതിലും നേരം വഴുകും. ഞാൻ ഇന്നലെ വലിയൊരു വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചൻ്റെ ആവശ്യമൊക്കെ അപ്പോയിൻമെന്റ് എടുക്കല്. പിന്നെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ രാമച്ചില്ലാത്തതുകൊണ്ട് കുറേ ഷൂട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റെൻസിൽ ഇടണമെന്ന് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാട്ടോ സ്റ്റെൻസിൽ നമ്മൾ റെഡിയാക്കിയത്, ബാൻഡ് ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും വർക്ക് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് കമൻറ്റ് ആൻഡ് ലൈക്ക്. ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോ, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം, വെറൈറ്റി ആയിട്ട് ചെയ്യാം.